ഇന്നത്തെ കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കുട്ടികളെ അടക്കിയിരുത്താനും ഭക്ഷണം കൊടുക്കുമ്പോൾ എളുപ്പമാകാനും ഒക്കെ പല മാതാപിതാക്കളും കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഫോൺ ഉപയോഗത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് ഇനി വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകാനുള്ള ശരിയായ പ്രായം ഏതാണ് എന്നതാണ് പല മാതാപിതാക്കളെയും വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം. മുതിർന്നവർക്ക് തന്നെ മൊബൈൽ ഫോൺ പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കും എന്നിരിക്കെ കുട്ടികൾക്ക് ഫോണിന്റെ ആവശ്യമുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴിതാ 12 വയസ്സിന് മുൻപ് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്നത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് പുതിയ പഠനങ്ങൾ. 12 വയസ്സിന് മുൻപായി സ്മാർട്ട് ഫോൺ കൈവശം വെച്ചിരിക്കുന്ന കുട്ടികളിൽ വിഷാദം, പൊണ്ണത്തടി, വേണ്ടത്ര ഉറക്കമില്ലായ്മ എന്നിങ്ങനെ ഉയർന്ന അപകട സാധ്യതകൾ ഉണ്ടെന്ന് പീഡിയാട്രിക്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അഡോളസന്റ് ബ്രെയിൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റഡിയിൽ പങ്കെടുത്ത 10,500-ലധികം കുട്ടികളിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഗവേഷകർ ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരുടെ ആദ്യത്തെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അവർ എത്ര പ്രായം കുറഞ്ഞവരായിരുന്നോ അത്രയധികം പൊണ്ണത്തടിയും ഉറക്കക്കുറവും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത്. 12 വയസ്സിന് മുൻപ് ഫോൺ ലഭിക്കാത്ത കുട്ടികളുടെ ഒരു ഉപവിഭാഗത്തിലും ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു വർഷത്തിന് ശേഷം ഫോൺ ലഭിച്ച കുട്ടികൾക്ക് അത് ലഭിക്കാത്ത കുട്ടികളെക്കാൾ കൂടുതൽ ദോഷകരമായ മാനസികാരോഗ്യ ലക്ഷണങ്ങളും മോശമായ ഉറക്കവും ഉണ്ടെന്ന് കണ്ടെത്തി. കുട്ടികൾക്ക് ഫോൺ നൽകുമ്പോൾ അത് കുട്ടിയുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള ഒന്നായി നിങ്ങൾ കരുതുകയും അതിനനുസരിച്ച് പെരുമാറുകയും വേണമെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഫിലാഡൽഫിയയിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ റാൻ ബർസിലെ പറഞ്ഞത്. സ്മാർട്ട് ഫോണുകൾ നൽകുന്നതിന് പകരം മറ്റു കുട്ടികളുമായി ഇടപെടാനും വ്യായാമത്തിനും ഉറക്കത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ആവശ്യമാണ് എന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാനസികാരോഗ്യത്തിലോ ഉറക്കത്തിലോ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കുട്ടികളിൽ ആഴത്തിലുള്ളതും ശാശ്വതവുമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു.